നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും ഓടിത്തുടങ്ങിയപ്പോൾ കേരളത്തിൽ സിൽവർ ലൈനെ എല്ലാവരും മറന്ന മട്ടായിരുന്നു. എന്നിരുന്നാലും സിൽവർ ലൈൻ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും എല്ലായിടത്തും പറയാനുള്ളത്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിൽവർ ലൈൻ ചർച്ചയാവുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി സിൽവർ ലൈനിൽ ലഭിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിയിൽ അതീവ താൽപര്യം പ്രകടിപ്പിച്ച് വീണ്ടും കേന്ദ്ര റെയിൽവേ ബോർഡ്. കേരള പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പുറകോട്ടില്ലെന്ന സൂചന നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ദിവസം മുൻപ് രംഗത്ത് വന്നിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കേരള പോലെയുള്ള നൂതന ഗതാഗത സംവിധാനം നാടിന് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുവാക്കളുമായുള്ള മുഖാമുഖം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്നും ദക്ഷിണ റെയിൽവേ ആവർത്തിക്കുമ്പോഴാണ് കേരളയിൽ പുതിയ സാധ്യത. കേരള പദ്ധതി സംബന്ധിച്ച് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച നടത്താൻ നിർദ്ദേശിച്ച് ബോർഡ് ഡയറക്ടർ FA അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് 2ാം തവണയും കത്തയക്കുകയായിരുന്നു. ഇതോടെ വീണ്ടും ചർച്ചകൾ തുടങ്ങി. കേന്ദ്ര സർക്കാരും കേരളത്തിലെ BJPയും പദ്ധതിക്കെതിരെ പരസ്യമായ നിലപാട് എടുത്തിരുന്നു. ഇതിനിടെയാണ് പുതിയ നീക്കം. കേരളത്തിലെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിന്റെ നിർണായക നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. കേരളത്തിലെ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. പൊതുവിൽ ജനങ്ങളും എതിരാണ്. ഇത്തരമൊരു പദ്ധതിയാണ് വീണ്ടും ചർച്ചകളിലേക്ക് എത്തുന്നത്. സിൽവർ ലൈൻ പദ്ധതിയിൽ എതിർപ്പറിയിച്ച് 4 വർഷം മുൻപ് 2020 ജൂൺ 10നും 15നും റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ കത്ത് നൽകിയിരുന്നു. പദ്ധതിക്കായി 107.8 ഹെക്ടർ റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബർ 21നും ബോർഡിന് കത്തയച്ചു. ഭൂമി വിട്ടുകൊടുത്താൽ റെയിൽവേയുടെ ഭാവി വികസനത്തിന് തടസ്സമാകുമെന്ന് സൂചിപ്പിച്ചായിരുന്നു കത്ത്. വീണ്ടും കേരളയിലെ ജീവൻ വെക്കുന്നുവെന്ന് സൂചന നൽകുന്നതാണ് പുതിയ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ശ്രീധരൻ നൽകിയിട്ടുണ്ട്. കേരളയിലെ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ഇത്. ഈ വിഷയത്തിലാകും ചർച്ചയെന്നും സൂചനയുണ്ട്. കേരളയുമായി ചർച്ച നടത്താൻ ആവശ്യപ്പെട്ട് 2 തവണ കഴിഞ്ഞ നവംബർ 1നും ജനുവരി 16നും റെയിൽവേ ബോർഡ് ഡയറക്ടർ FA അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്ത് നൽകി. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് റെയിൽവേ ബോർഡിന്റെ ഇടപെടലുകൾ. കേരള മാനേജിംഗ് ഡയറക്ടർ V അജിത് കുമാറാണ് കഴിഞ്ഞ മാസം 24-ന് വിരമിക്കേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. ഇതിന് പിന്നിൽ കേരള യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണെന്ന വിലയിരുത്തലുമുണ്ട്. കേരള അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതര സംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് 150 കോടി കൈപ്പറ്റിയെന്ന ആരോപണവുമായി PV അൻവർ MLA രംഗത്ത് വന്നിരുന്നു. പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ IT മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ IT ഭീമന്മാർ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളെന്നും PV അൻവർ നിയമസഭയിൽ ആരോപിച്ചു. ഇത് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയാണെന്ന സൂചനയുമുണ്ട്. ഇതിനിടെയാണ് വീണ്ടും കേരളയിലെ ജീവൻ വെക്കുന്നത്.